എബ്രായർ 7 പഴയ നിയമത്തിലെ ഒരു നിഗൂഢ വ്യക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ശാലേമിന്റെ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ മെൽക്കീസേദെക്ക്. ഒരു യുദ്ധത്തിനു ശേഷം മെൽക്കീസേദെക്ക് അബ്രഹാമിനെ കണ്ടുമുട്ടിയതും അനുഗ്രഹിച്ചതും എങ്ങനെയെന്ന് ഈ അധ്യായം വിശദീകരിക്കുന്നു. അബ്രഹാം 10% മെൽക്കീസേദെക്കിനു നൽകി. മെൽക്കീസേദെക്കിന്റെ പേരിന്റെ അർത്ഥം നീതിയുടെ രാജാവ് എന്നും ശാലേമിന്റെ രാജാവെന്ന നിലയിൽ അദ്ദേഹം സമാധാനത്തിന്റെ രാജാവ് എന്നും എഴുത്തുകാരൻ ചൂണ്ടിക്കാണിക്കുന്നു. മെൽക്കീസേദെക്കിന്റെ മാതാപിതാക്കളെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ ഒരു രേഖയും ഇല്ല. അദ്ദേഹത്തിന്റെ പൗരോഹിത്യം ദൈവപുത്രനെപ്പോലെ ശാശ്വതമാണെന്ന് രചയിതാവ് ഇത് കാണിക്കുന്നു. യേശു അഹരോന്റെ പരമ്പരാഗത ലേവ്യ പൗരോഹിത്യം ക്രമത്തിലല്ല, മറിച്ച് മെൽക്കീസേദെക്കിന്റെ ക്രമത്തിലാണ്. മെച്ചപ്പെട്ടതും ശാശ്വതവുമായ ഒരു പൗരോഹിത്യം എങ്ങനെയെന്ന് കാണിക്കാൻ ഇത് വേദിയൊരുക്കുന്നു. ലേവ്യ പുരോഹിതന്മാർ അനേകരും താൽക്കാലികരുമായിരുന്നു, കാരണം അവർ മരിച്ചു. എന്നാൽ യേശുവിൻ അവൻ എന്നേക്കും ജീവിക്കുന്നതിനാൽ സ്ഥിരമായ ഒരു പൗരോഹിത്യം ഉണ്ട്. ലേവ്യ പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട പഴയ നിയമത്തിന് ആളുകളെ പൂർണ്ണരാക്കാൻ കഴിയില്ലെന്നും ഈ അധ്യായം വാദിക്കുന്നു. അതുകൊണ്ടാണ് പുതിയതും മികച്ചതുമായ ഒരു പുരോഹിതനെ ആവശ്യമായി വന്നത്. യേശു മെച്ചപ്പെട്ട പ്രത്യാശ നൽകുന്നവനും ദൈവത്തോട് അടുക്കാൻ നമ്മെ അനുവദിക്കുന്നവനും. നിയമത്താലല്ല, ദൈവത്തിന്റെ ആണയാൽ അവൻ പുരോഹിതനായി നിയമിക്കപ്പെട്ടു. യേശുവിനെ പൂർണ്ണതയുള്ള മഹാപുരോഹിതനായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അധ്യായം അവസാനിക്കുന്നത്. വിശുദ്ധൻ, കുറ്റമറ്റവൻ, സ്വർഗത്തിന് മുകളിൽ ഉയർത്തപ്പെട്ടവൻ. മറ്റു പുരോഹിതന്മാരെപ്പോലെ അവൻ ദിവസവും യാഗങ്ങൾ അർപ്പിക്കേണ്ടതില്ല. അവൻ തന്നെ ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ചു. കൂടുതൽ വീഡിയോക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.